ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഈവനിങ് ഫോർട്ട് കൊച്ചിയിൽ പോകുന്നത് കേട്ടോ. ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഒരു ചരിത്രപ്രധാനമായ സ്ഥലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് കൂടിയാണ്. ഈ കാണുന്നത് അരൂര് എടക്കൊച്ചി ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വഴിയാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1 അവറിനുള്ളിലും 45 മിനിറ്റിന് മുകളിലുണ്ട് കേട്ടോ ഫോർട്ട് കൊച്ചിയിലേക്ക്. ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് കൊച്ചി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പല ഷോപ്പുകളിലും മിക്ക ഷോപ്പുകളിലും ചുവപ്പുമയാണ് കേട്ടോ. ഡ്രസ്സസ്, ലൈറ്റ്സ്, സ്റ്റാർസ്, അലങ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വൈബാണ് കേട്ടോ. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ചെറിയൊരു തണുപ്പും അതുപോലെ നല്ല കാറ്റൊക്കെ അടിച്ചപ്പോൾ പാറു ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് വേണം സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനേ. ഇവിടെ ഒത്തിരി കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതാണ് കറക്റ്റ് സ്പോട്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ ഓരോ സ്ട്രീറ്റ്സാണ് കേട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും വഴിയുണ്ട് കേട്ടോ. ആ വഴിയുടെ 2 സൈഡിലും നിറയെ ലൈറ്റ്സും. നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയാലും പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ളത് കാരണം നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഞങ്ങളിതേ നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു തണുപ്പും ഇളം കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നടക്കാനും മക്കൾക്കും ഒട്ടും മടി ഉണ്ടായില്ല കേട്ടോ. നിറയെ ലൈറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങളിതേ റോഡിൻ്റെ ഇരുവശത്ത് നോക്കി നടക്കട്ടെ. നമുക്ക് ഈ ഏരിയ അത്ര പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് നടക്കേണ്ടതെന്നുള്ളത് നിന്ന് പിടുത്തില്ല. അപ്പോൾ ഒട്ടും പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നീങ്ങാൻ കേട്ടോ. കരൾ സംഘത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ടു നിന്നു കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ കൂടുതലും വിദേശികളായിട്ടുള്ള സഞ്ചാരികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ഡ്രസ്സ് ആയിക്കോട്ടെ, ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, ബാഗുകളായിക്കോട്ടെ, വിദേശി പൊതുവെ കാണുന്ന ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കേട്ടോ. ഇവിടെ റോഡിൻ്റെ 2 സൈഡിലുള്ള ഷോപ്പുകളിൽ ഡ്രസ്സസ് ആയിക്കോട്ടെ, ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, ബാഗുകളായിക്കോട്ടെ, ചെരുപ്പുകളായിക്കോട്ടെ, കുറേ അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റും ഉണ്ട് കേട്ടോ. നമ്മൾ റേറ്റ് കുറവൊന്നുമില്ല, അത്യാവശ്യം റേറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 1-2 സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ചുമ്മാ ഈ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുക. ലച്ചുമോൾക്ക് ഫ്രണ്ട്സിന് കൊടുക്കാൻ എന്തൊക്കെയോ സാധനങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഓരോ ഷോപ്പിലും കയറി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. 1-2 കാര്യങ്ങൾ അവളും വാങ്ങിച്ചു. പിന്നെ പാറുവിന് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാറുവിന് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാമെന്നുള്ളൊരു മൂഡായിരുന്നു കേട്ടോ. നടന്ന് അവിടെ കാല് ഒരു വഴിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ബിഷപ്പ് ഹൗസിലേക്കാണ്. ബിഷപ്പ് ഹൗസിൽ ഈ ഒരു സ്റ്റാർ ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഇവിടെയാണ് എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ ഈ ലൈറ്റ്സ് കൊണ്ട് ക്രിസ്മസ് ട്രീയും പിന്നെ ഫോട്ടോ എടുക്കാനുള്ള സെക്ഷൻസും അങ്ങനെ നിറയെ ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ. ഒരുപാട് പേരിപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായി. ഇനി ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോകാമെന്ന് കരുതി കേട്ടോ. ഇവിടെ അത്യാവശ്യം നടന്ന് കണ്ടു കേട്ടോ. അത്യാവശ്യം സമയവും ആയിട്ടുണ്ട്. പിന്നെ പാറുവിന് ആ വലിയ സ്റ്റാറിൻ്റെ മുന്നിൽ എന്നിട്ട് ഒരു ഫോട്ടോ കൂടി എടുക്കണം, ഫ്രണ്ട്സിനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വീണ്ടും അങ്ങോട്ട് പോവാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്.
ഈ ഒരു ഏരിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ നക്ഷത്രങ്ങളും ലൈറ്റ്സും, ഇത് ഒരുപാട് ദൂരം വരെ ഈ ഒരു സ്റ്റാർസ്, പല കളറിലുള്ള സ്റ്റാർസ് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോകാമെന്ന് കരുതി ഇതേ നേരെ അങ്ങോട്ട് വിടുകയാണേ. ഫോർട്ട് കൊച്ചി വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് കേട്ടോ ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഫോർട്ട് കൊച്ചി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എറണാകുളത്തേക്ക് വന്നാൽ ഈ ഫോർട്ട് കൊച്ചി കാണില്ല. ഈ ഒരു ഏരിയ തന്നെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു വൈബ് കിട്ടുള്ളൂ കേട്ടോ. എറണാകുളം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ടൗണ്, അതുപോലെ ഹൈവേ, പിന്നെ എയർപോർട്ട്, ബീച്ചിലേക്ക് ഇവിടുന്ന് അധികം ദൂരമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് ഓരോ സ്പോട്ട് വരുന്നത്. ഞങ്ങൾ ബീച്ചിലേക്ക് വിട്ടത് പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. ഇനി ഞങ്ങളിത് അവിടെ കുറച്ച് കടകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് നീങ്ങുന്നത്. ഇവിടെ രാത്രി പകലൊന്നും ഇല്ല കേട്ടോ. ഏത് സമയത്തും ഇവിടെ നല്ല തിരക്കാണ്. നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഡെപ്പാങ്കൂത്ത് പാട്ടുകളാണ് കേൾക്കുന്നത് കേട്ടോ ഈ ഒരു വൈബിൽ. കുട്ടികൾക്ക് ഇങ്ങനത്തെ ഷോപ്പിൻ്റെ അടുത്ത് എത്തുമ്പോൾ വിശപ്പ് കൂടുമല്ലോ. അപ്പോൾ പാറ ഓരോ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അച്ഛാ എനിക്ക് ബർഗർ വേണം, ഫ്രഞ്ച് ഫ്രൈസ് വേണം, മോമോസ് വേണം എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഐറ്റംസൊക്കെ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത് കേട്ടോ. അവർ ഫ്രഷ് ആയിട്ട് എന്താ പറയുക ചൂടോടെ ഉണ്ടാക്കി തരികയാണല്ലോ. അപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പെട്ടെന്ന് അത് ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയത് കേട്ടോ. അവിടെ ഒരു 3-4 കപ്പലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കപ്പൽ, പിന്നെ കുറേ ഫിഷിംഗ് ബോട്ട്സ് അതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിൽ നമുക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. അത്ര ക്ലീൻ ആയിരുന്നില്ല. നിറയെ പായലും പിന്നെ കുറേ ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക് അല്ല, എങ്കിലും അത് വൃത്തികേടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരം പാറുവിന് അവിടെ കുറേ നേരം ഇരിക്കണം, അതൊക്കെ നോക്കണം. ഇതൊക്കെ അവൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ആ ദൂരെ കാണുന്നത് കപ്പലാണ്, ഫുൾ ലൈറ്റ്സ് ആയിട്ട്. പിന്നെ ഈ സൈഡിൽ നിറയെ ഫിഷിംഗ് ബോട്ടാണ്. മീൻ പിടിക്കാനായിട്ട് പോകുന്ന ബോട്ടുകളും പിടിച്ച് വരുന്ന ബോട്ടുകളൊക്കെ നിറയെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്കും ആദ്യ കാഴ്ചയാണ്. ഞങ്ങൾ ഈ നൈറ്റ് ഇങ്ങനെ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. ഡേയിൽ ഒരു ടൈമിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഏരിയയിലേക്കല്ല പോയത്. പിന്നെ വീണ്ടും ഞങ്ങൾ ഫുഡ് റെഡിയായോ നോക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം തിരക്കുള്ള ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്തു. പാറു എന്താ പറയുക, കാത്തിരുന്ന് പാറുവിന് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട് വേറെ ഷോപ്പിലേക്ക് പോവാ അച്ഛാ, ഇവിടെ നിന്ന് വാങ്ങണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴന്നെ അത് കിട്ടി. സംഭവം കിട്ടിയപ്പോൾ ആളുവിന് എവിടെ പോയാലും ഒരു ബർഗറാന്ന് പറയൂ കേട്ടോ. അതുപോലെ ചിക്കനും പൊറാട്ടയും. ഇവിടെ സംഭവം അതില്ലാത്ത കാരണം ബർഗർ മതി എന്ന് പറഞ്ഞു. ബർഗറുണ്ട്, ആകെ കുറച്ച് പീസ് കഴിച്ചിട്ട് ബാക്കി അത്രയും വേസ്റ്റ് ആയിട്ടോ. ഞാൻ കുറച്ച് കഴിച്ചു, പിന്നെ ഞാനത് മുഴുവൻ കഴിക്കാൻ നിന്നില്ല. ലച്ചും കഴിച്ചില്ല, ഏട്ടനും കഴിച്ചില്ല. സംഭവം വെറുതെ ആയിപ്പോയിട്ടോ അത് വാങ്ങിയത്. പിന്നെ ചിക്കൻ മോമോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രാഗൺ ചിക്കൻ മോമോസ് അങ്ങനെ എന്തോ ഒരു ഐറ്റം കേട്ടോ. അത് നല്ല എരിവായിരുന്നു കേട്ടോ. പിള്ളേർ അതങ്ങനെ കഴിച്ചില്ല. ഞങ്ങൾ ഏട്ടനും ഞാനുമാണ് അത് ഉണ്ടാക്കി തരുന്നത് കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നേ. ബാക്കി ഐറ്റംസിനായിട്ട് ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണേ. അങ്ങനെ ഡ്രാഗൺ ചിക്കൻ മോമോസോ അങ്ങനെ എന്തോ ആയിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഏട്ടൻ അത് മുമ്പൊരിക്കൽ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞാനും ഇത് ഓർഡർ ചെയ്തത്. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. നല്ല ചൂടാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര എരിവായിരുന്നേ. എല്ലാവിധ സോസും അതിൽ ചേർത്തിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ഫിനിഷാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വിട്ടത്. അത്യാവശ്യം നേരമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു വൈകുന്നേരം ബീച്ചിലെത്തുന്ന രീതിയിൽ ഇറങ്ങണം കേട്ടോ. വെയിലൊക്കെ പോയിട്ടുള്ള ഒരു ടൈമിൽ, അപ്പോഴാണ് കുട്ടികൾക്ക് അവിടെ കളിക്കാനുള്ള ഒരു ടൈം അടിപൊളിയായിരിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോവുക. ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വീണ്ടും പാറു ഉറങ്ങി. ഞങ്ങളൊരു 10:30-11:30 ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ.